മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ പാർട്ടി വിട്ട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ ഉറച്ചുനിൽക്കുമെന്നും മറ്റ് മുന്നണികളിൽ ചേരില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. BPCL കൊച്ചി റിഫൈനറിയിലെ പോളിപ്രൊപ്പിലിൻ പ്ലാന്റ്, NH-66ന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഔദ്യോഗിക പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. കേരളം പൂർണ്ണമായും ലോഡ് ഷെഡിംഗ് വിമുക്തമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടുക്കിയിൽ പ്രഖ്യാപിച്ചു. പള്ളിവാസൽ വിപുലീകരണ പദ്ധതി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വാണിജ്യ LPG ക്ഷാമം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി നീക്കി. ബാലതാരമായി ശ്രദ്ധേയനായ നടൻ ഹരിമുരളിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി.